ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ കാണുന്ന ഈ വിശാലമായ ആകാശഗംഗകളും നക്ഷത്രങ്ങളും പ്രകാശവേഴ്ചകളും, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരേ ഒരു മഹാശക്തൻ. ആരാണ് മഹാശക്തൻ? വേദങ്ങളിലും ഉപനിഷത്തുകളിലും വ്യക്തമാക്കുന്നുണ്ട്. ഏകം സത്യം വിപ്ര ബഹുധാ വദന്തി. അതായത് തത്വം ഒരേ ഒരുത്തനാണ്, സത്യം പക്ഷേ പല പേരിലായി വിളിക്കപ്പെടുന്നു. യജുർവേദം 32:3 പറയുന്നു, ന ചാസ്യ പ്രതിമ അസ്തി. അവന് രൂപമോ പ്രതിമയോ ഇല്ല, അവനെ കാണാനാവില്ല, പക്ഷേ എല്ലായിടത്തുമുണ്ട്. അവനാണ് ദൃശ്യവും അദൃശ്യവുമായ സകലവും സൃഷ്ടിച്ചത്. ഒരു ദൈവം മാത്രമാണ് സത്യത്തിൽ ഉള്ളത്. സ്വയം പര്യാപ്തനും സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായ ദൈവം. അവനാണ് എല്ലാത്തിൻ്റെയും അർത്ഥം. ദൈവത്തിന് നമ്മിൽ നിന്നും ഒന്നും വേണ്ടിയിരുന്നില്ല. നമ്മെ സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹത്താലുള്ള കൃപ കൊണ്ടാണ്. ഇത്രയും മഹത്തായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ എപ്പോഴും ഒരുക്കമാണ്. നിങ്ങളും ഈ ദൈവത്തെ അറിയണം, അവൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കണം. അവൻ നിങ്ങളെ ഇപ്പോഴും വിളിക്കുകയാണ്. അവനിൽ താങ്കളെ സമർപ്പിക്കൂ. ഒരു ദൈവം, ഒരേ ദൈവം, എന്നേക്കുമുള്ളത്. അവനാണ് ആദിയും അവസാനവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.